പ്രിയ സുഹൃത്തുക്കൾക്ക് ഹർഷിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം കഴിഞ്ഞു. ഇന്ന് തിരുവോണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം മൂന്നാം ഓണത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ ഓണത്തിന്. ഈ ഓണക്കാലം എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് പോയത്. ഇത് ഓർക്കുമ്പോൾ നമുക്ക് ചില സങ്കടമൊക്കെ വരുന്നില്ലേ? കാരണം മറ്റൊന്നുമല്ല, ഇനി നമ്മൾ പോകുന്നത് ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും ഒക്കെ നേരിടുന്നതിലേക്കാണ്. ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേദന നൽകുന്ന ഒന്ന് തന്നെയാണ്. അല്പമെങ്കിലും വേദന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും ഇല്ലാതെ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി എന്നും സന്തോഷം മാത്രമായി മുന്നിലേക്ക് പോയാലോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അല്ലേ കൂട്ടുകാരെ? ഇതിനെയാണ് നമ്മൾ സൈക്കോളജിയിൽ ഹീഡണിസം എന്ന് പറയുന്നത്. ഹീഡണിസം എന്ന് പറഞ്ഞാൽ എല്ലാ വേദനകളെയും ഒഴിവാക്കി സന്തോഷങ്ങളിൽ മാത്രം നമുക്ക് എങ്ങനെ നിൽക്കാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു എപ്പിക്യൂറിയൻ ഫിലോസഫി ബേസ് ചെയ്ത് ഉണ്ടായതാണ്. അതായത് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമാറോ വി മേ ഡൈ എന്നതാണ്. അതായത് നാളെ നമ്മൾ മരിച്ചു പോകും, അതുകൊണ്ട് ഇന്ന് നമുക്ക് എത്ര വേണമെങ്കിലും കളിച്ചും ചിരിച്ചും രസിച്ചും നമുക്ക് നടക്കാം എന്നതാണ്. പക്ഷേ അത് നല്ലതല്ല എന്നാണ് നമ്മുടെ ജീവിതം നമ്മളെ തെളിയിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ മരിച്ചു പോകും എന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സൂത്രം മാത്രമാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതല്ലേ നല്ലത്? അങ്ങനെയാണെങ്കിൽ ഈ ഹീഡണിസ്റ്റിക് പ്ലഷേഴ്സ് അത് തീർച്ചയായിട്ടും നമുക്ക് നല്ലത് തന്നെയാണ്. നല്ല പാട്ട് കേൾക്കാനും നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ നമുക്ക് ഹീഡണിസ്റ്റിക് പ്ലഷർ നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ അത് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, വേദനാജനകമായ റെസ്പോൺസിബിലിറ്റീസിനെ കൂടെ നമ്മൾ എടുക്കുവാനായിട്ട് ജീവിതത്തിൽ പഠിക്കണം. എത്ര കഠിനമുള്ളതാകട്ടെ, എത്ര വേദന നിറഞ്ഞതാകട്ടെ, ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ പരിപൂർണനാക്കുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം കിട്ടില്ല എന്ന് മാത്രമല്ല, എന്നും അതികഠിനമായ വേദനയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകേണ്ടതായിട്ട് വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എപ്പിക്യൂറിയൻ ഫിലോസഫിയിൽ നിന്നുണ്ടായ ഈ ഹീഡണിസ്റ്റിക് പ്ലഷറിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നതിലേക്കായിട്ട് നമുക്ക് എന്തു വേണം കൂട്ടുകാരെ? ജീവിതം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെയും നമ്മൾ ഏറ്റെടുക്കുക എന്നതാണ്. മറക്കാതിരിക്കുക, ഈ ഓണക്കാലത്ത് നമ്മൾ പഠിക്കുന്ന ഒരു പാഠമാണ് റെസ്പോൺസിബിലിറ്റീസാണ് നമുക്ക് സന്തോഷങ്ങളെ നിലനിർത്തിക്കുന്നത് എന്ന്. റെസ്പോൺസിബിലിറ്റീസിലൂടെ പോകുമ്പോൾ ഹീഡണിസ്റ്റിക് പ്ലഷർ എന്ന് പറയുന്നത് നമുക്ക് മനസ്സുകൊണ്ട് ആസ്വദിക്കുവാനും അതിൽ നിറഞ്ഞു നിൽക്കുവാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ, സന്തോഷമുണ്ടാവട്ടെ. ഹർഷിനിയുടെ ഓണാശംസകൾ.